എല്ലാവർക്കും നമസ്കാരം. സ്വസ്ഥ മാനിഫെസ്റ്റേഷൻ ഹബിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് വളരെ വളരെ സ്പെഷ്യലാണ്. കാരണം ഒരിക്കലും സംഭവിക്കുകയില്ല എന്ന് ലോകം മുഴുവൻ വിധി എഴുതിയ നിങ്ങളുടെ ജീവിതത്തിലെ എന്തെങ്കിലും പ്രാർത്ഥനകൾ ആവശ്യങ്ങളുണ്ടെങ്കിൽ അവയെല്ലാം സാധിച്ചു തരുന്ന ഒരു അത്ഭുത സുവിശേഷ ഭാഗം അല്ലെങ്കിൽ ഒരു വചന ഭാഗമാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത്. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. കാരണം ഇത് നിങ്ങളുടെ ജീവിതത്തിലെ വലിയൊരു അനുഗ്രഹമാണ്. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ളവയെല്ലാം നേടിയെടുക്കാൻ സഹായിക്കുന്ന പ്രാർത്ഥനകളാണ് ഈ ഒരു ചാനലിലൂടെ ഞാൻ അപ്ലോഡ് ചെയ്യുന്നത്. മാത്രമല്ല എല്ലാ ചൊവ്വ വെള്ളി ദിവസങ്ങളിൽ നമ്മുടെ വീഡിയോസിൽ കമൻറ്റ് ബോക്സിലെല്ലാം കമൻറ്റ് ചെയ്യപ്പെടുന്ന എല്ലാവരുടെയും പ്രാർത്ഥനകൾ നമ്മളിവിടെ എഴുതി വെച്ച് 33 തവണ കരുണക്കൊന്ത ചൊല്ലി പ്രാർത്ഥിക്കുന്നതായിരിക്കും. പലരും പല തവണ കമൻറ്റ് ചെയ്യാറുണ്ട്. റിപ്പീറ്റായിട്ട് കമൻറ്റ് ചെയ്യുന്നവയെല്ലാം തന്നെ നമ്മൾ എഴുതി വെച്ച് പ്രാർത്ഥിക്കുന്നതായിരിക്കും. ഒരു തവണ കമൻറ്റ് ചെയ്താൽ മാത്രമല്ല, എത്ര തവണ നിങ്ങൾ കമൻറ്റ് ചെയ്യുന്നോ അത്രയും തവണ നമ്മളിവിടെ എഴുതി വെച്ച് പ്രാർത്ഥിക്കുന്നതായിരിക്കും. ഒരുപാട് പേർക്ക് അത്ഭുതങ്ങൾ സംഭവിക്കുന്നതായി ദിവസവും എനിക്ക് വാട്സപ്പിൽ മെസ്സേജുകൾ ലഭിക്കാറുണ്ട്. പലർക്കും സ്ഥലം വിൽക്കപ്പെടാൻ സാധിച്ചു, വിവാഹം നടന്നു കിട്ടി, പണം ലഭിച്ചു, രോഗം മാറി, സൗഖ്യം ലഭിച്ചു. അങ്ങനെ നിരവധി ഓരോരുത്തരുടെ ജീവിതത്തിൽ സംഭവിച്ചു കൊണ്ടിരിക്കുന്ന അനുഗ്രഹങ്ങൾ എനിക്ക് ദിവസവും പലരും വാട്സപ്പിൽ അയക്കാറുണ്ട്. അപ്പോൾ നിങ്ങൾക്കും എന്താണോ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ ഏറ്റവും വലിയ ആവശ്യം അല്ലെങ്കിൽ നിങ്ങളുടെ ഏറ്റവും വലിയ ആ പ്രാർത്ഥന ഇവിടെ കമൻറ്റ് ബോക്സിൽ കമൻറ്റായി രേഖപ്പെടുത്തുക. തീർച്ചയായും നമ്മളത് എഴുതി വെച്ച് 33 തവണ കരുണക്കൊന്ത ചൊല്ലി പ്രാർത്ഥിക്കുന്നതായിരിക്കും. മാത്രമല്ല, നിങ്ങൾ ഒരു 3 നിയോഗം മനസ്സിൽ വിചാരിച്ചുകൊണ്ട് ഈ ഒരു വീഡിയോ 7 പേർക്ക് ഷെയർ ചെയ്ത് നോക്കൂ. ദിവസങ്ങൾക്കകം നിങ്ങളുടെ ആവശ്യങ്ങൾ ഒരു മഴ പോലെ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അതുപോലെ ഈ ഒരു വീഡിയോയുടെ ലിങ്ക് നിങ്ങൾക്ക് വാട്സപ്പിൽ സ്റ്റാറ്റസ് ആക്കാവുന്നതുമാണ്. അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്ന ആ ഒരു അത്ഭുത വചന ഭാഗം വിശുദ്ധ മർക്കോസിൻ്റെ സുവിശേഷം 9-ാം അധ്യായമാണ്. വിശുദ്ധ മർക്കോസിൻ്റെ സുവിശേഷത്തിൽ 9-ാം അധ്യായത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കും, 14 മുതലുള്ള വാക്യങ്ങളിൽ നമുക്ക് വായിക്കാൻ സാധിക്കുന്നത് ഈശോ പിശാചു ബാധിച്ച ബാലനെ സുഖപ്പെടുത്തുന്നതാണ്. പിശാചു ബാധിച്ച ബാലനെ സുഖപ്പെടുത്തുന്നു. അവൻ ശിഷ്യന്മാരുടെ അടുത്ത് എത്തിയപ്പോൾ ഒരു വലിയ ജനക്കൂട്ടം അവരുടെ ചുറ്റും കൂടിയിരിക്കുന്നതും നിയമജ്ഞർ അവരോട് തർക്കിച്ചുകൊണ്ടിരിക്കുന്നതും കണ്ടു. പ്രിയപ്പെട്ടവരെ, പിശാച് ബാധിച്ച, മൂകനായ പിശാച് ബാധിച്ച ഒരു യുവാവിനെ, ഒരു ബാലനെ അവൻ്റെ പിതാവിനോടൊപ്പം ജനക്കൂട്ടം യേശുവിൻ്റെ അടുക്കലേക്ക് കൊണ്ടുവരികയാണ്. അവൻ പല്ല് കടിക്കുകയും നുരയും പതയും പുറപ്പെടുവിക്കുകയും മരവിച്ചു പോവുകയും ചെയ്യുന്ന അവസ്ഥയിലായിരുന്നു. ഒന്ന് ആലോചിച്ച് നോക്കുക, ആ അവസ്ഥയിലുള്ള എത്രയോ ആളുകൾ ഈ ലോകത്ത് ജീവിച്ചിരിക്കുന്നുണ്ട്. അത് പിശാചുബാധ തന്നെ ആവണമെന്നില്ല. ഒരുപക്ഷെ മറ്റ് ജീവിത സാഹചര്യങ്ങൾ നമുക്കൊന്ന് എടുത്തു നോക്കാം. കടബാധ്യത മൂലം അല്ലെങ്കിൽ രോഗാവസ്ഥ മൂലം, ജീവിതത്തിലെ മറ്റ് പ്രയാസങ്ങൾ മൂലം, ടെൻഷൻ, ആങ്സൈറ്റി, സ്ട്രെസ്, മടുപ്പ്, നിരാശ, അങ്ങനെ എത്ര പ്രശ്നങ്ങൾ അലട്ടുന്ന ജീവിതങ്ങളാണ് നമുക്ക് ചുറ്റുമുള്ളത്. നമ്മുടെ ജീവിതത്തിൽ തന്നെ എന്തോരം പ്രശ്നങ്ങളാണ്. ഇവിടെ ഈ ഒരു ബാലൻ്റെ ഈ ഒരു അവസ്ഥയിൽ നിന്നും അവനെ മോചിപ്പിക്കണം എന്നതായിരുന്നു ആ ആളുകളുടെയും അല്ലെങ്കിൽ അവൻ്റെ പിതാവിൻ്റെയും ആവശ്യം. അവർ അവനെ അവൻ്റെ അടുക്കൽ കൊണ്ടുവന്നു, യേശുവിൻ്റെ അടുക്കൽ. യേശുവിനെ കണ്ടയുടനെ ആത്മാവ് കുട്ടിയെ തള്ളിയിട്ടു. അവൻ നിലത്ത് വീണ് ഉരുളുകയും അവൻ്റെ വായിലൂടെ നുരയും പതയും പുറപ്പെടുവിക്കുകയും ചെയ്തു. യേശു അവൻ്റെ പിതാവിനോട് ചോദിച്ചു, ഇത് തുടങ്ങിയിട്ട് എത്ര കാലമായി? അപ്പോൾ പിതാവ് മറുപടി പറഞ്ഞത് ഇങ്ങനെയായിരുന്നു, ശൈശവം മുതൽ. ആ കുട്ടി കുഞ്ഞായിരുന്നപ്പോൾ, ശിശുവായിരുന്നപ്പോൾ മുതൽ ഈ ഒരു പ്രശ്നം അവനെ അലട്ടുന്നുണ്ട്. പലപ്പോഴും അതവനെ നശിപ്പിക്കാൻ വേണ്ടി തീയിലും വെള്ളത്തിലും വീഴ്ത്തിയിട്ടുണ്ട്. നമുക്കറിയാം എത്രയോ ആളുകൾ
സ്വയം ആത്മഹത്യയ്ക്ക് വരെ ചിന്തിക്കുന്നവരുണ്ട്. സ്വന്തം ശരീരത്തെയും സ്വന്തം ജീവിതത്തെയും നശിപ്പിക്കാൻ വേണ്ടി ഓരോ മോശമായ മ്ലേച്ഛമായ പ്രവൃത്തികളിൽ ഏർപ്പെടുന്നവരുണ്ട്. ഇതേപോലെ അല്ലേ, കഴിയുമെങ്കിൽ നിനക്ക് എന്തെങ്കിലും ചെയ്യാൻ കഴിയുമെങ്കിൽ ഞങ്ങളുടെ മേൽ കരുണ തോന്നി ഞങ്ങളെ സഹായിക്കണമേ എന്നാണ് ആ ബാലൻ്റെ പിതാവ് ആവശ്യപ്പെട്ടത്. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ പറയാൻ ഉദ്ദേശിച്ച വചനം ഇതാണ്. മർക്കോസിൻ്റെ സുവിശേഷം 9-ാം അധ്യായം 23-ാം വാക്യം. മർക്കോസിൻ്റെ സുവിശേഷം 9-ാം അധ്യായം 23-ാം വാക്യം എല്ലാവരും എഴുതി വയ്ക്കുക. ഈ വീഡിയോ കാണുന്ന എല്ലാവരും നിങ്ങൾ എഴുതി വയ്ക്കുക. കഴിയുമെങ്കിൽ നിങ്ങളുടെ ഉള്ളം കയ്യിൽ നിങ്ങൾ എഴുതിക്കൊണ്ട് ഈ ഒരു വചനം എഴുതിക്കൊണ്ട് എല്ലാ ദിവസവും നിങ്ങൾ കിടന്നുറങ്ങുക. ഈ ഒരു വചനം ചെറിയ ചെറിയ പേപ്പറുകളിലാക്കി നിങ്ങൾ എഴുതി മടക്കി നിങ്ങളുടെ ബാഗിലും പേഴ്സിലും ബൈബിളിലും ബെഡിലും പില്ലോ കവറിലും കിച്ചണിലും അലമാരയിലും എല്ലായിടത്തും നിറയ്ക്കുക. നിങ്ങളുടെ ഓരോ ആവശ്യങ്ങളും മനസ്സിൽ വിചാരിച്ചുകൊണ്ട് ഈ വചനം എഴുതുക. പ്രിയപ്പെട്ടവരെ, ഈ വചനം മർക്കോസിൻ്റെ സുവിശേഷം 9-ാം അധ്യായം 23-ാം വാക്യം. യേശു പറഞ്ഞു, കഴിയുമെങ്കിലെന്നോ വിശ്വസിക്കുന്നവന് എല്ലാ കാര്യങ്ങളും സാധിക്കും. അതെ, വിശ്വസിക്കുന്നവന് എല്ലാ കാര്യങ്ങളും സാധിക്കും. വിശ്വസിക്കുന്നവന് എല്ലാ കാര്യങ്ങളും സാധിക്കും. ഇതാണ് പ്രിയപ്പെട്ടവരെ ഞാൻ പറഞ്ഞ വചനം. നമുക്കറിയാം, ബൈബിളിൽ തന്നെ പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ്. വിശ്വസിക്കുന്നവന് എല്ലാ കാര്യങ്ങളും സാധിച്ചു കിട്ടും. അടിസ്ഥാനപരമായി നമുക്ക് വേണ്ടത് അതാണ്. വിശ്വാസമാണ് വേണ്ടത്. വിശ്വാസം. പലരും പറയാറുണ്ട്, എനിക്ക് വിശ്വാസമില്ല, എൻ്റെ വിശ്വാസം നഷ്ടപ്പെട്ടു, ഇത് പ്രാർത്ഥിച്ചാൽ എനിക്ക് ലഭിക്കുമോ? ലഭിക്കുമോ എന്നല്ല, ലഭിക്കും എന്നുള്ള വിശ്വാസമാണ് എനിക്ക് വേണ്ടത്. ആ ഒരു തിരിച്ചറിവിലേക്കാണ് പ്രിയപ്പെട്ടവരെ ഞാൻ എത്തിച്ചേരേണ്ടത്. നിങ്ങളൊരു കാര്യം പ്രാർത്ഥിക്കുന്നതിന് മുൻപ് തന്നെ നിങ്ങളുടെ പിതാവ് അത് അറിഞ്ഞു കഴിഞ്ഞു. നിങ്ങളൊരു കാര്യം ആവശ്യപ്പെടുമ്പോൾ അത് നിങ്ങൾക്ക് ലഭിച്ചു കഴിഞ്ഞു എന്ന് വിശ്വസിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുക. ഈ ഒരു വചനം നിങ്ങൾ എഴുതി വയ്ക്കുക. തീർച്ചയായും എഴുതി വയ്ക്കുക. മറ്റേത് വചനം നിങ്ങൾ എഴുതിയില്ല എങ്കിൽ പോലും ഈ ഒരു വചനം നിങ്ങൾ എഴുതി വയ്ക്കുക. വിശ്വസിക്കുന്നവന് എല്ലാ കാര്യങ്ങളും സാധിച്ചു കിട്ടും. വിശ്വസിക്കുന്നവന് എല്ലാ കാര്യങ്ങളും സാധിച്ചു കിട്ടും. നമ്മൾ വചനം എഴുതുമ്പോൾ നമ്മൾ ഒരു മന്ത്രം ചെയ്യുന്നത് പോലെ ഒന്നും ചെയ്യാൻ പാടില്ല. അതിൻ്റേതായ മഹത്വമുണ്ട്, അതിൻ്റേതായ വിശുദ്ധിയുണ്ട്. ഒരിക്കലും യാന്ത്രികമായി എഴുതേണ്ട ഒരു കാര്യമല്ല നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ തിരുവചനങ്ങൾ. അത് അതേ വിശുദ്ധിയോടുകൂടി അതേ ശുദ്ധി പാലിച്ചുകൊണ്ട് തന്നെ നിങ്ങൾ ചെയ്യുക. നിങ്ങളുടെ ജീവിതത്തിലെ പാപങ്ങളും കറകളും എല്ലാം എടുത്തു മാറ്റി കുമ്പസാരിച്ച് ശുദ്ധിയോടുകൂടി തന്നെ നിങ്ങളത് ചെയ്യുക. ഈ ഒരു വചനം നിങ്ങൾക്ക് എഴുതി വയ്ക്കാവുന്നിടത്തെല്ലാം നിങ്ങളുടെ നിയോഗം മനസ്സിലുറപ്പിച്ചുകൊണ്ട് നിങ്ങൾ എഴുതുക. തീർച്ചയായും നിങ്ങൾക്ക് ആ ഒരു ആവശ്യം നടന്നു കിട്ടുന്നതായിരിക്കും. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങൾക്ക് ഇഷ്ടമുള്ള നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഈ ഒരു വീഡിയോ അയച്ചു കൊടുക്കുക. നന്ദി.